വിലയേറിയ ഗ്ലേസ്ഡ് മണികൾ ഉപയോഗിച്ച് പെൺകുട്ടി ഒരു മാല ഉണ്ടാക്കി. പക്ഷേ മണികൾ നൂൽക്കാൻ ഉപയോഗിച്ച് പട്ടുനൂൽ ഭാരം മാറ്റിസ്ഥാപിച്ചു. അവൾ അത് വലിച്ചയുടനെ നൂൽ പൊട്ടി. ഗ്ലേസ്ഡ് മണികൾ നിലത്ത് കഷണങ്ങളായി തകർന്നു. കലാമത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആരോ തടയാൻ ശ്രമിക്കുന്നതായി പെൺകുട്ടിക്ക് മനസ്സിലായി. കൂടുതൽ ഗ്ലേസ്ഡ് മണികൾ ആവശ്യപ്പെടാൻ അവൾ ഉടൻ തന്നെ പരീക്ഷകരുടെ അടുത്തേക്ക് പോയി. ഒരിക്കൽ മാത്രമേ വസ്തുക്കൾ നൽകിയിട്ടുള്ളൂ എന്ന് പരീക്ഷകർ അവളെ അറിയിച്ചു. വ്യത്യസ്തമായ ഒരു കലാസൃഷ്ടി സൃഷ്ടിക്കുകയല്ലാതെ പെൺകുട്ടിക്ക് മറ്റ് മാർഗമില്ലായിരുന്നു. മൂലയിൽ ഒരു പോർസലൈൻ പാത്രം അവൾ ശ്രദ്ധിച്ചു. കൊട്ടാരത്തിൽ പോർസലൈൻ പാത്രങ്ങൾ നിർമ്മിക്കാൻ ഒരു സ്ഥലമുണ്ടോ എന്ന് അവൾ പരീക്ഷകരോട് ചോദിച്ചു. ആയുധങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതിനുള്ള ഒരു ചൂള മാത്രമേയുള്ളൂവെന്ന് അവർ അവളോട് പറഞ്ഞു. ഒരു ചൂള ഉണ്ടെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ പോർസലൈൻ പാത്രം നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തേണ്ടതുണ്ട്. പുറത്തുപോയി വസ്തുക്കൾ വാങ്ങാൻ വേണ്ടത്ര സമയമില്ലെന്ന് പരീക്ഷകർ പറഞ്ഞു. കൊട്ടാരത്തിൽ അസംസ്കൃത വസ്തുക്കൾ എവിടെ കണ്ടെത്താമെന്ന് തനിക്കറിയാമെന്ന് പെൺകുട്ടി മറുപടി നൽകി. അവൾ ഒരു മരത്തിൽ പോയി മണ്ണിൽ കുഴിച്ചപ്പോൾ വെളുത്ത പൊടി കണ്ടെത്തി. പൊടിയിൽ നിന്ന് അല്പം രുചിച്ചു നോക്കിയപ്പോൾ പോർസലൈൻ പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ചേരുവ അതാണെന്ന് അവൾ സ്ഥിരീകരിച്ചു. ആദ്യം പെൺകുട്ടി കളിമണ്ണിനെ ഒരു പാത്രത്തിന്റെ രൂപരേഖയിൽ രൂപപ്പെടുത്തി. പിന്നീട് അവൾ അതിൽ നാരങ്ങാവെള്ളം പൂശി വെടിവെക്കുമ്പോൾ വിള്ളലുകൾ ഉണ്ടാകുന്നത് തടയും. ഒടുവിൽ അവൾ വെളുത്ത പൊടി ചേർത്ത് അടുപ്പിൽ തീയിടാനിട്ടു. അതേസമയം പട്ടുനൂൽ മാറ്റിയ സ്ത്രീക്ക് മത്സരം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ പെൺകുട്ടി പോർസലൈൻ പാത്രം വിജയകരമായി വെടിവെച്ചു. അവൾ പരിഭ്രാന്തിയോടെ ചൂളയുടെ വാതിൽ തുറന്നു. ശുദ്ധമായ വെളുത്ത ഒരു പോർസലൈൻ പാത്രം അകത്തിരുന്നു. ആവേശത്തോടെ അവൾ പരീക്ഷാ മുറിയിലേക്ക് ഓടി. പോർസലൈൻ പാത്രം എത്ര വെളുത്തതാണെന്ന് ചീഫ് എക്സാമിനർക്ക് വിശ്വസിക്കാനായില്ല. പാത്രം വെളുത്ത നിറത്തിൽ വരച്ചതാണെന്ന് ആ സ്ത്രീ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി. കരകൗശല വിദഗ്ധന് തനിക്കുവേണ്ടി സാക്ഷ്യപ്പെടുത്താൻ കഴിയുമെന്ന് പെൺകുട്ടി പറഞ്ഞു. രാജ്യത്തിന്റെ ആദ്യത്തെ ശുദ്ധമായ വെളുത്ത പോർസലൈൻ പാത്രം പരിശോധിച്ച ശേഷം ചീഫ് എക്സാമിനർ പെൺകുട്ടിയെ മത്സര വിജയിയായി പ്രഖ്യാപിച്ചു. കഥയുടെ ഗുണപാഠം: സർഗാത്മകത, ദൃഢനിശ്ചയം, വിഭവസമൃദ്ധി എന്നിവ അട്ടിമറിയെയും തടസ്സങ്ങളെയും മറികടക്കും. യഥാർത്ഥ കഴിവുകൾക്ക് ഒരു വഴി കണ്ടെത്താനാകും. നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.